അങ്ങനെ അയ്യോ മൂന്നേ കുത്തി ബുക്കല്ലേ ബുക്കല്ലേ പെട്ടിന്റെ കൊട്ടി ബുക്കല്ലേ ബാഗൊക്കെ ബുക്കല്ലേ ബുക്കല്ലട്ടാ സിൽസില വർക്കോ ഇന്നത്തെ അവിടെ ചെമ്പളം കേൾക്കണം ജന്തുവാ പൂത്താങ്കിരിയിലെ കാർമലൊരു കളിയാ പൂത്താങ്കിരിയാക്ക് ഗൈസ് എന്താ ചെയ്യ ഗൈസ് ഇബ്രോ ക്യാമറമാൻ ഇബ്രോ എവിടെ കയ്യോ അപ്പം എൻ്റെ ചായ എന്താ ബൽക്ക് ജ്യൂസാണ് എന്ത് ആ രണ്ട് പാമ്പൂരിയും ടിഷ്യോ മതി ബ്രോ വാ ക്യാമറ എടുക്കാൻ വാ ക്യാമറമാനാണ് ഇതൊക്കെ തന്നെ എന്നെ ക്യാമറമാനാകാത്തത് എന്നെ കൊണ്ട് കഴിയില്ല അപ്പം ഗൈസ് നല്ല മഴ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ വ്ളോഗ് എടുക്കുന്നത് തന്നെ വൈകുന്നേരം 5 മണി 6 മണി ആകാൻ നേരത്താണ് അത് നിങ്ങൾക്കൊരു 7 മണി ആകുമ്പോൾ തന്നെ എത്തിച്ചും തരും അതാണ് നമ്മളെ പ്രത്യേകത നമ്മളെ വീഡിയോൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇബ്രാഹിമേ കുഞ്ഞാളെ ടിഷ്യൂനെയും കൊണ്ടുപോവാ ഇത് ഇവനാണ് നമ്മളെ പുതിയ ക്യാമറ അപ്പോൾ ഇവൻ്റെ എക്സ്പീരിയൻസ് നോക്കലും കൂടി ഉണ്ട് നമ്മളെ ഈ വ്ളോഗിൽ എങ്ങനെയാണ് ഇവൻ്റെ ക്യാമറ എടുക്കലൊക്കെ നോക്കട്ടെ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ പുല്ലും ചപ്പലും ഒക്കെയാണ് ഇതിൽ കൂടെ ഒരു ചെരുപ്പിട്ടിട്ടിലേക്ക് ഞാൻ ആ സൈഡിൽ കൂടെ വരാം എനിക്ക് ഈ സൈഡിൽ കൂടെ വരും ഞാൻ ഈ സൈഡിൽ കൂടെ മറ്റേ ചെങ്ങലൊക്കെ ഉണ്ട് അവിടെ കുടുംബം കാണാം അതങ്ങോട്ട് കയറണ്ട കേട്ടോ അവിടെ റോട്ടിൽ നിന്നാൽ ഇബ്രാഹിനോടെ പറയണേ റോട്ടിൽ നിന്നാൽ മതി പാമ്പുകൾ ഉണ്ടാവും കയറരുതേ അന്നൊക്കെയല്ലേ ചെങ്ങായിയെ ഒരു മുള്ളു തമ്പുളത്തിന് എനക്കൊക്കെ ബേജാറാ ജിബ്രാനെ ആ റോട്ടിൽ നിന്ന് പൊയ്ക്കോ എനിക്ക് അതാ നല്ലേ ഓ ഏത് മുള്ളു എവിടെ എവിടെ ആ അവിടെ തൈ ഉണ്ടായിന് കേട്ടോ ആ തൈമൊക്കെ ചാട നമ്മളൊക്കെ ഇവിടെ നിന്നാതിട്ടോ പുല്ലില്ലാത്തോടത്ത് നിന്നാതിട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ അബിയുവിൻ്റെ തൈ കേട്ടോ പക്ഷെ അബിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് ബെൻഡ് കണ്ട് വരുന്നത് ഇത് നമുക്കൊന്ന് കെട്ടേനിട്ടത് കുഞ്ഞോളെ കുഞ്ഞോളെ മാതിരി ക്ഷീണിച്ചിക്കണ കുഞ്ഞോളെ ഇത് നമുക്കല്ലേ ഇതിപ്പോ എന്താണ് ഇതിപ്പോ തന്നെ കായ്ച്ചിക്കണല്ലോ ഇപ്പൊ തന്നെ ഉണ്ടാവോ തൊടണ്ട അവൻ കഴിച്ചിക്കണോ എങ്ങട്ടാണ് ഇപ്പൊ ആയണത് ഉമ്മച്ചി പറയുമ്പോ ഉമ്മച്ചിൻ്റെ അടുത്തിട്ട് ഞാൻ പറയുമ്പോ എൻ്റെ അടുത്ത് ഓക്കെ പിന്നെ അതേപോലെ കുഞ്ഞോള് ഈ തോട്ടം വാങ്ങിയിട്ട് കുഴിച്ചിട്ട സാധനമാണ് കരിയേപ്പിൻ്റെ പക്ഷെ ഇതൊക്കെ പോയിന്ന് കരുതിയേന് ജൈവ വളം ഉണ്ടാക്കിനോ നമ്മളെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ആളൊക്കെ ഇട്ടുങ്ങാണ്ട് അത് ഇതിക്ക് തളിച്ചിരുന്നു ഇപ്പൊ
ബോട്ടിൽ നിറഞ്ഞപ്പോ കൊണ്ടുവന്നുങ്ങാണ്ട് ഒഴിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ കരിയേപ്പിന്റെ സത്യം പറഞ്ഞാല് നമ്മളീ പെരക്കാനുള്ള അത്യാവശ്യം നല്ല പൈസ കൊടുത്താണ് ഈ ഒരു ഡിസൈൻ വെച്ചത്. ഈ കല്ലൊക്കെ ഇപ്പൊ അവിടെ ഒരു ചെടി വളർത്തി അയിമലുമായി ഇവിടെ ഇതാക്കണ ഒരു കയറൊക്കെ കെട്ടിട്ട് കണ്ട ആകെ ഇപ്പച്ചിനെ കാണുന്നില്ലടാ. എന്റെ ഒരു കൈ കൊണ്ട് എടുക്കല് നടക്കൂല കേട്ടോ മോനെ. ഇപ്പച്ചിന്റെ ഫേസ് കാണിച്ചു കൊടുക്കുക അവിടെ. അതാണ് നമ്മളെ ചൂലേട്ടൻ. ചൂലേട്ടനാണ് നമ്മളതിനെ കുഴിപ്പിക്കുന്നത്. ഇത് കക്കിരിക്ക ഉണ്ടാകുന്നത്, അതായത് ചെറിയ തൈയാണ്. അപ്പൊ തന്നെ കക്കിരിക്ക ഉണ്ടായാലും തുടങ്ങി. ഉണ്ടല്ലേ കക്കിരിക്ക പെട്ടെന്ന് കായ്ക്കണ്ടല്ലോ തൈ ഇതാവുമ്പോ അല്ലേ. അതില് നോക്കല്ലോ ഞങ്ങള് പറയണ കാണിക്കണം. ഇത് അമ്പഴങ്ങല്ല കൈസ്. ഇതാണ് നമ്മളെ ഇസ്രായേൽ ഓറഞ്ച് കേട്ടോ. രസമല്ലാക്ക നല്ല. എന്നാ പിന്നെ തിന്ന. ഇതാണ് ഗൈസ് ഇസ്രായേൽ ഓറഞ്ച്. കായ്ക്കുന്നുണ്ട്. ഇതുണ്ടോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഇതാരണി കാണിച്ചു കൊടുക്കണത്. പിന്നെ എങ്ങനെയാണ് അന്നൊരു ക്യാമറമാനാക്ക ഗൈസ്? ഒലക്കിലെ ക്യാമറമാനാണ്. ഇവനൊരു ലൈക്ക് അടിച്ചാണ്ട് മണ്ടക്ക് ഒരു കുത്തും കൊടുത്തു വിട്ടാണ് കാണും. പക്ഷേ ഈ ഓറഞ്ചിന്റെ പ്രത്യേകത തൊലി അടക്കം കടിച്ച് തിന്നാൻ പറ്റും. അമർത്തി കടിച്ച് എന്താടാ ഉപയോഗിക്കുന്നു? ഇസ്രായേൽ ഓറഞ്ചാണ്. കുറച്ചുകൂടി കൊടുക്കും നിങ്ങൾക്ക്. അബ്രൂനും ഇബ്രൂനും ഇല്ല കേട്ടോ. അപ്പഴേ അപ്പൊ കടിച്ചു മുറിച്ചെടുത്ത് നിന്ന്, അല്ലാതെ എന്നെ കയ്പ് ചോപ്പ് നോക്കിയാണ് നിക്കാൻ പറ്റൂല. ടീഷുമ്മ വെറുതെ ഓറഞ്ച് കഴിക്കാം. ഞാൻ തൊള്ളിയിലിട്ട് ഞാൻ ആർക്കണം വേണ്ടി അത് അളിയിച്ചിക്കണ് കേട്ട്. നിനക്ക് നമുക്കേ ടിഷ്യൂ ബേബിക്ക് നേരം കൊടുക്കണം. നിങ്ങളത് തിന്ന് 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 ഞാനല്ല കടിച്ചടി തൊലി കളഞ്ഞാണ്ടൊന്ന് തിന്നാണ്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ അടിച്ച് പൊട്ടിച്ചു. ചെറിയ അടിച്ച് പൊട്ടിച്ചു. ഞാൻ പറിച്ചരാ ഉപ്പിന് മുളകിലും എന്താ ടേസ്റ്റ് അറിയോ? ഇല്ലല്ല ഇല്ലട്ടോ. ഞാനിപ്പോ ഫുള്ള് തിന്ന്. തൊലി കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ തിന്നോളൂ. തൊലിയല്ലേ കളയണത്, കാര്യമല്ലല്ലോ. തൊലി അടക്കം തിന്നണതാണ് റാഷിദ. ഞാൻ മൂത്ത നോക്കിട്ട് ഇത് നോക്കിട്ട് പറിച്ചണം ഇബ്രാഹിം. എന്തെങ്കിലും കാട്ടിക്കൂട്ടും. എങ്ങനെയാ ആദ്യം തൊലി കടിച്ചത്? കളയല്ലേ. അപ്പൊ കണ്ടത് ഇതിന്റെ പ്രത്യേകത നമുക്ക് തൊലിയോടൊക്കെ തിന്നാൻ പറ്റും. ഒരു പുളി മധുരം ഒപ്പകാടെ കൂട്ടിയിട്ട് കയ്പില്ല. തൊലിന്റെ നമ്മള് സാധാ നമ്മൾ ഓറഞ്ചിന്റെയും നാരങ്ങന്റെ ഒക്കെ തൊലി ആകെ കയ്പല്ലേ കാരം. അതില്ല വരുമ്പോഴാണ് തോന്നണ കയ്പില്ലാതെക്കണത്. തൊലിന്റെ കയ്പ് അറിയാതെക്കണത് ആ പുളിയും കൂടി വരുമല്ലോ. ഞാനേ പറിച്ചില്ലെന്ന് പറഞ്ഞാലേ എന്തേ തൊലിയൊക്കെ കളിച്ചാണ് നിലത്ത് കണ്ടിട്ട് അത് കുഴപ്പമില്ല, കഴിക്കാൻ മതി. പോയല്ലോ.
അല്ലെ ഒന്ന് അക്കിയാണ്ട് തുപ്പിയാ ഒന്ന് അക്കിയാണ്ട് തുപ്പിയാ മതിയടാ. കുട്ടി ആ തോലൊഴിച്ചലും ഒക്കെ പാടെ എങ്ങനെയാണ് വെച്ച് നല്ല കക്കരി കണ്ടിട്ട് ഗൈസ്. കക്കരിക്ക നിങ്ങൾ പച്ച കക്കരിക്ക ഗൈസ്. കക്കരിക്ക നോക്കാണ്. പിന്നെ നമ്മളെ ഇപ്പാൻ്റെ സ്വന്തം കൃഷി കേട്ടോ. ഇതൊന്നും പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ വളം ഇതൊന്നും ഇടാതെ സദാ നനവില് പച്ചവെള്ളം കക്കരിക്ക എന്ത് ചേർന്ന് അജ്ജന്റെ റാഷിദാ കൈക്കോട്ട് ഇവിടെ ഉണ്ടായിട്ട് കൊണ്ടുവന്നേരാ. അത് വോട്ടുണ്ടെങ്കിണ്ടല്ലോ ഒരു താരങ്ങളെ കൊടുത്താ മതി. വോട്ട് നേരെ അപ്പുറത്തേക്ക് അങ്ങനെയാണ്. UDF ബോർഡ് എണ്ണ അതാണ് തോനുള്ളത്. തോനതായി വോട്ടെണ്ണ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത്രയും കാലായിട്ട് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കൈക്കോട്ടൊന്നും എടുത്തോണ്ടോ കുട്ടിനെ കൊണ്ടെടുത്താട്ടോ. ഇല്ല അബിയോ അതിന്റെ ഉള്ളിലെന്തോ ജെല്ലി പോലെക്കാരല്ലേ. ഞാൻ കണ്ടു റീൽസിൽ. ഇപ്പൊ ട്രെൻഡായിട്ട് അതിന്റെ പുറം മാങ്ങ പോലെ പക്ഷെ തുറന്നു കബിയു പോലെ ജെല്ലി. ഇപ്പൊ ഞങ്ങള് സ്കൂൾക്ക് സ്നാക്സിനൊക്കെ ഹെൽത്തി ഫുഡാ കൊണ്ടുപോകല്. പപ്പായ എന്നും പപ്പായ. ഇഷ്ടാണോ? ആ നല്ല മധുരമുണ്ട്. അത് കേസ് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് കാട് വെട്ടാൻ പോവാണ്. അതായത് ഫുള്ളായിട്ട് വെട്ടാനല്ല, അതെ. അപ്പൊ ചെറുതായിട്ടൊന്ന് കാട് വെട്ടാനുള്ള പരിപാടിയാ അല്ലേ? അക്കനെ നമ്മളെ ഹിനായ വന്നിക്കണല്ലോ. ഹിനായ കൊറേ ദിവസത്തിന് ശേഷം വേദിയിലെത്തിയിട്ടുണ്ടല്ലോ. റാഷിദ് ഒന്ന് കിട്ടുവോ? ഹിനായ എന്നാ ചെന്നേ ഹിനായ ചെന്ന വന്നേ. ഇതാക്കുന്ന കൈക്കോട്ടും തക്കാളിയല്ല കൈക്കോട്ടും വെട്ടത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. എന്നാ ഇനി ഇവിടെ ക്യാമറമാനാട്ടെ ഗൈസ്. വെട്ടത്തില്ല ശര അവിടെ ഒക്കെ അല്ലേ ഐറ്റങ്ങൾ ഇറങ്ങണ സ്ഥലം. മറ്റേ അടച്ചോ കാണുന്നോടത്ത്. അപ്പൊ ഗൈസ് നല്ല മഴ വരുന്നുണ്ട്. നമ്മളൊക്കെ ഫുള്ളായിട്ട് നടക്കൂല. നല്ല മഴ വരുന്നുണ്ട് അല്ലേ? നല്ല ഒരു ഇരുട്ടുത്തിങ്ങാണ്ട് വരുന്നുണ്ട് മഴ. ഉച്ചിരിഞ്ഞാലേ ഇവിടേക്ക് നിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വെയിലാക്കാരം. ഉച്ചിരിഞ്ഞാലേ ഇങ്ങോട്ട് നിക്കാൻ കഴിയുള്ളൂ. വേണ്ട ബ്രോ, മുള്ളുണ്ട്.
മറ്റേ തൊട്ടാവാടി ഉണ്ട്. എന്നപ്പോ തീരെയും പറിച്ചണ്ട. ഈ പുല്ലൊന്നും നിങ്ങൾക്ക് പറിച്ചാൻ പറ്റും. ഇത് കാടയിക്കണ്. ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിക്കൂടെ? നടുവിൽ പോയി തുടങ്ങിക്കോ. നല്ല നടപടിയാണ് കേസാണ്. അല്ല വേഗം പോരുന്നുണ്ടല്ലോ. എന്നാലും ഞാൻ കൊത്തണോ? കാലുമ്പോ തട്ടണോ? ഒന്നും ചെയ്യൂല കേട്ടോ. അല്ല മുറി ആവരുത് എന്നാണ് ബ്രോ പ്രാർത്ഥിക്കേണ്ടത്. വെട്ടത്തിയ അതിപ്പോ ആടുണ്ടെങ്കി ഒന്ന് ആലോചിച്ച് നോക്കിയാള്. ആടാളൊക്കെ ഉണ്ടെങ്കി ഉണ്ടല്ലോ, ആടാളെ വലിയൊരുന്നാളാക്കാര. ഇതെപ്പോഴും കിട്ടുന്നായിരുന്നു. അതിലാറ് നല്ല എന്തുകൊണ്ടാണ് കാക്കുവോ? ഇത് അരിയാണ് വേണ്ടത്. ഇബ്രു ഇങ്ങോട്ടേക്ക് കൂട്ടി. അത് മേത്തക്ക് ഇതാകും. ഇങ്ങനെ വീശണതല്ലേ. അപ്പൊ ഇതും നടപടിയാകൂല. അത് നടക്കൂല ഗൈസ്. അപ്പൊ പിന്നെ എന്തിനാ നടക്കുക? ഇതൊന്നും നടപടിയാവൂല. അറിയണോൽക്കാണെങ്കി ഇപ്പൊ എല്ലാം നടക്കും. ഇതൊക്കെ ചെയ്തോക്കണേ. പക്ഷെ ആ കൈക്കോട്ടോണ്ട് കൈയുണ്ടല്ലോ. അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയാ മതി. ക്ലീൻ ആക്കണ്ട. പിന്നെ അടിച്ചോരാ പോലെ ഈ പൈപ്പൊക്കെ ഉണ്ടിട്ടോ അവിടെ. അയിമക്കൊന്നും തട്ടിച്ചണ്ട. ഈ ഇതിന്റെ ഇറ്റങ്ങളടിയിട്ട് കളഞ്ഞാലും മതി. അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ റോട്ട് കാക്ക റോട്ടിന്ന് ഇങ്ങോട്ട് കാണുമ്പോളേ വേണ്ട. അത് കൊണ്ടായിക്ക് കൈ മേ തട്ടിച്ചല്ലേ ജുബ്രു. വേണ്ടട്ടോ അയച്ചെടുക്കണ്ട. കാക്കു പൈപ്പുമ്മ തട്ടണോക്ക്. ഇങ്ങനെ അരിഞ്ഞോക്ക് കുറച്ച് പിടിച്ചിങ്ങാണ്ട്. ഒരു ചേട്ടൻ വന്നീനി അവിടേക്ക് നോക്ക അരിഞ്ഞോണ്ടോയിനു. ഇനി ഈ മഴ ആയതുകൊണ്ടേ അല്ലെങ്കിൽ അവിടെ ആടുകളൊക്കെ തിന്നാൻ കൊണ്ടുപോകുമ്പോ അടിച്ചടിച്ചോലെ പരിവാക്കും. വെയിലിന്റെ ചൂട് ഇവർക്ക് ശരിയാക്കും. അല്ലാതെ ഏൽക്കൂല. എഴുതിങ്ങണ്ട് ഒന്ന് കാട് വെട്ടിച്ചാനയക്കണം. നമ്മളെ പേരന്റെ അവിടെയൊക്കെ വെട്ടിച്ചാനയക്കണം. അപ്പുറത്തെ ഭാഗത്ത് ഇവിടക്കല്ലേ അപ്പുറത്തല്ല ഈ വഴിയൊക്കെ കണ്ടു. അനീസ് കാക്കൂനോടൊന്ന് വരാൻ പറഞ്ഞാ മതി. നിങ്ങള് ഹെൽപ്പ് ചെയ്തോക്ക. ഞാൻ വീട്ടിൽ തരാ. മാണ്ടായിരുന്നു പച്ചി. അത് പറഞ്ഞതാണല്ലേ. അത് പറഞ്ഞതാണല്ലേ. ഞാനൊക്കെ എപ്പോഴെങ്കിലും മറന്നു. അതിന്റെ തൂമ്പ് വെട്ടല്ലേ. ഇപ്പൊ ഒന്ന് ഉഷാറായി വരുന്നുണ്ടല്ലേ. തൈകളൊക്കെ ഒന്ന് ഉഷാറ്. അതില് ഇതാണ് അടക്കപ്പയം. അതേമാതിരി നമ്മളെ മാങ്ങ നോക്കി തെത്ത് വന്നിക്കണ്. പഴുത്തല്ല തെത്ത് വന്നിക്കണ്. അതായത് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഞാവലല്ലേ? സോറി ചാമ്പക്ക. ചാമ്പക്കയാണ് മനസ്സിൽ വന്നത്. മഴ ആയതുകൊണ്ട് നനക്കേണ്ട ആവശ്യമില്ല.
അങ്ങോട്ട് കാട് പോയിട്ടില്ല ഈ ഭാഗത്തൊക്കെ. ഇങ്ങനത്തെ ഇവിടുത്തെ കാടൊക്കെ ഇപ്പൊ വെട്ടിയതാണ്. ചെത്തിയത് അങ്ങനെ കൈക്കോട്ട് കൊണ്ടോ കോട്ടോണ്ട് ചെത്തിയതാണ്. അതൊക്കെ വൃത്തിയാക്കുന്നത്. കുറച്ചേരം പണിയെടുത്തേക്കോലപ്പ പണിയെടുക്കണ്ടപ്പോ നമുക്കതിന് ഓരോ ദിവസം ഓരോ ഏരിയ ഇങ്ങനെ ചെത്തല്ലേ. ഇന്ന് ഏത് ഏരിയ നിങ്ങള് ചെത്തിയത്? അതാവുമ്പോ 2 കൊല്ലം കഴിഞ്ഞാലും നിങ്ങളെ ചെത്തല് തീരൂല. ഇന്ന് വെട്ടച്ചോണ്ട് വെട്ടേക്കാട്ടോ ഇടങ്ങാറാൻ അറിയില്ല. ഇനിയിപ്പൊ കയ്യും കാലും നാസാക്കണ പണിയാണ് എടുക്കണ കേട്ടോ. വെറുതെ നിക്കണ നേരത്തെ ചൊറിഞ്ഞിരിക്കാറ പരിപാടിയാണ്.